ഇത് ഫ്ലൈറ്റ് മോഡല്ലേ? ചെയ്തിട്ടില്ലേ? ഞാൻ അന്ന് വന്ന് അന്നത്തെ ദിവസം നോക്കുമ്പോ തന്നെ അങ്ങനെ ഇരുന്നു. മറ്റേ ചെക്കിങ്ങല്ല, ഞാൻ വന്നിട്ട് ചെയ്തപ്പോ ചെക്കൗട്ട് ആയിരുന്നു. പിന്നെ അത് ചെയ്തിരുന്ന കാര്യം അതാണ്. രാവിലെ സാറേ ഇത് മറ്റേ ഗഫൂർ ഏതാണ് ഇതില്? ഗഫൂർ വൈകുന്നേരം ഞാൻ ചെയ്തില്ല. വൈകുന്നേരം ആൾക്കാരുടെ ചിലപ്പം അല്ലേ അല്ലേ എനിക്ക് മടിയായി. എന്തിന്? അല്ല ഈ പഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ ഇപ്പൊ പോകുമ്പോൾ പഞ്ച് ചെയ്യാറുണ്ടോ? ഇല്ല, അത് ചെയ്യണ്ടേ? ഇവിടെ രഹസ്യങ്ങളും നടക്കുന്നില്ല. പിന്നെ ടീച്ചർക്ക് പഞ്ച് ചെയ്യാൻ എന്താ പ്രശ്നം? ഈ ക്യാമറ വർക്കാണല്ലോ. അതെന്തിട്ടുണ്ടോ? തെറ്റില്ലല്ലോ. അതന്നെയാണ് സത്യം. ഞാൻ ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. മനാഫിന്റെ അടുത്ത് എന്തോ ടീച്ചർ പറഞ്ഞു, പഞ്ചിങ് കറക്റ്റ് അല്ല. പഞ്ചിങ് കറക്റ്റേ അല്ല. എന്താ കറക്റ്റ് അല്ലാത്തത്? എവിടെ ഫോൾട്ട് ഫീൽ ചെയ്ത് എവിടെയാണ്? ടീച്ചർക്ക് എവിടെ ഫോൾട്ട് ഫീൽ ചെയ്ത് എവിടെയാണ്? ഞാനും അന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാം. ഓണാണ് അത് ഞാൻ ഇവിടെ പറഞ്ഞു. അത് ഞാനും പിന്നെ കേസിലും ഇതേപോലെ തന്നെ 8 മണി 10 മണി 12 മണിക്ക് കൊണ്ട് പോകണം. അല്ല എനിക്ക് ചെയ്തിട്ട് ഇപ്പൊ എന്താ, രാവിലെ ഞാൻ എന്തായാലും വരുന്ന 6 എനിക്ക് കുഴപ്പമില്ല. ഞാൻ 12 മണിക്ക് 1 മണിക്കൊക്കെ അങ്ങനത്തെ അറിയുന്ന കേസല്ല. ഇന്നും നമ്മൾ നോക്കുമ്പോ പോലെ എന്നും 6 മണി 7 മണി വരെയൊക്കെ ഉള്ളു. അപ്പൊ കംപ്ലീറ്റ് പർപ്പ് അപ്പൊ പറയുമ്പോ കംപ്ലീറ്റ് പർപ്പ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. എനിക്ക് അത് വിഷയമല്ല. ഞാനൊക്കെ പറഞ്ഞ 10 മണി 11 മണി 12 മണിക്കാണ് കൊടുത്തത്. എവിടെ ഉറങ്ങാൻ വേണ്ടിട്ട് മാത്രം അവിടെ പോയിട്ട് നീച്ചു വരുന്ന ആളാണ്. പഞ്ചിങ് ശരിയല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഞാൻ ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാറില്ല നമ്മള് എന്താ പറയാ ടീച്ചറൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പറയുന്നത് എന്ത് സംഭവം എന്നുള്ളത്. എന്റെ ഏത് ദിവസത്തെ പഞ്ചിങ് കയറാത്ത എനിക്കറിയാം. ഞാൻ അതിനെ കുറിച്ച് നോക്കാറില്ലല്ലോ. എന്റെ ഏതെങ്കിലും പഞ്ചിങ് കയറാണോ? ഇന്റെ അല്ലേ കയറല്ല. ഇന്റെ കയറാനൊന്നുമില്ല. എന്റെ കറക്റ്റ് അല്ലേ? ഞാൻ ടീച്ചർ എന്നും 6 മണിക്കൂർ പോണത്. സാറിന്റെ പോണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് നോക്കി എന്തെങ്കിലും തീരുമാനമാക്കിയ സ്വഭാവം പറഞ്ഞുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെ മറ്റേ ഗഫൂറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞുതരാം. അരമണിക്കൂർ ഓവർ ടൈം വരുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ കറക്റ്റാണ് ചെക്ക് ചെയ്തോണ്ടിരുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും വന്നിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞ മാസം സിനിയിലൊക്കെ ചെക്ക് ചെയ്തില്ലേ? പഞ്ചിങ് എടുത്ത് 2 ദിവസല്ലേ? 2 ദിവസത്തില്ല. ലീവ് എടുത്ത ദിവസമല്ല, അല്ലാത്ത ദിവസങ്ങളും നമ്മൾ നോക്കിയപ്പോ അതിലൊന്നും കണ്ടതേ ഇല്ല. പിന്നെന്താ ചെക്ക് ചെയ്യാൻ
ഏത് വാട്ട്സ് യുവർ റോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെ മറ്റുള്ള ഞങ്ങൾ സ്റ്റാഫിനൊക്കെ പഞ്ച് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കാൻ അതെന്താ അധികാരം? അല്ല അത് ഞാൻ അതെന്താ അധികാരമുള്ളത്? അത് ഇന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ? വേണോ വേണ്ടേ? വേണം. പിന്നെ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? സീനി പറയുമ്പോഴേക്കും എടുത്ത് നോക്കാൻ എന്താ? അത് ലീവാണോ അല്ലേന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വലിയ തർക്കമുണ്ടായില്ല. നമ്മളിത് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഏതൊക്കെ ദിവസം ടീച്ചർ ലീവ് ഉണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ മാസം 3 ദിവസം അത് ഏതൊക്കെ ദിവസം? 20, 22. അത് ഇതാക്കിട്ട് എന്താ ഒരു വിഷയം നമ്മൾ ഇതാക്കിട്ട് അപ്പൊ എന്നോട് പറയുന്നുണ്ട് ആൾക്കാർ ഇവിടെ എപ്പോഴാണ് വരുന്നത് എന്തിനത് ടീച്ചർ പഞ്ചോട്ട് ചെയ്യാതെ പോയിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഈ മാസത്തിൽ ടീച്ചർ ലീവ് കാണിക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് കാരണം വന്നില്ല. 4-ാം തീയതി ടീച്ചർ ഇവിടെ പഞ്ചോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. 4-ാം തീയതി 5-ാം തീയതി ടീച്ചർ പോയിട്ടുണ്ട് പഞ്ചോട്ട് ചെയ്യാതെ. അതുപോലെ അടുത്തത് കാണിക്കണമെന്നായിരുന്നു. അടുത്ത ദിവസം ഇല്ല കാണിക്കുന്നത് ഇത് ഇന്ത്യയാണ്. ഇത് ടീച്ചർ ഒരു ദിവസം പഞ്ചൗട്ട് ചെയ്ത പോയി. ഇന്നലെ ഇന്നലെ 9:30 ഇന്നലെ ടീച്ചർ 9:24, ഇന്ന് 9:54. ഈ സമയത്ത് പിന്നെ ടീച്ചർ 11:52 ക്യാമറ ഫുട്ടേജ് എടുത്ത് നോക്ക്. ഇന്ന് 1:52 ഇന്ന് 3:52 ടീച്ചർ പഞ്ചിങ് ചെയ്തിട്ടുണ്ട്. രാവിലെ വന്നില്ലേ? രാവിലെ വന്നിട്ട് 9:31 പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷട്ടർ തുറക്കുമ്പോ വരും. എന്നിട്ട് ഇവൻ ഷട്ടർ തുറക്കുമ്പോഴേക്കും ചിലപ്പോ ഞാൻ അടിച്ചൊക്കെ കോരിട്ട് വന്നിട്ട് പഞ്ച് ചെയ്യാം. കാരണം ചിലപ്പോ ഞാൻ കാണിക്കുമ്പോ തന്നെ 9:40 ഞാൻ എല്ലാ ദിവസവും 9 വരെ മുമ്പേ വന്നിട്ടുണ്ട്. 9:15 ബ്ലൂടൂത്ത് ഉമ്മർത്ത് ഞാൻ വന്നിട്ട് ഞാൻ അവിടെ അടിച്ചുവരെ എല്ലാം കഴിയാം. എനിക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. എവിടെ ഈ സാധനത്തിന് എന്തിനാ കാരണം 10 മണിക്കൂർ എന്റെ കേസ് ഉണ്ട്. നിങ്ങളെ നിങ്ങൾ 9:50 വന്നിട്ടുണ്ട്. അപ്പോൾ 9:50 ഇതിൽ കാണുന്നത് 9:50 ഫോട്ടോ കുറെ ഉണ്ട്. അതിനറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവാ. അവസാനം നമ്മളെ കുറെയൊക്കെ നമ്മളെ ഞാൻ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഞാൻ പറ്റിക്കാൻ കൊറേയൊക്കെ അല്ല, ഇപ്പൊ കുറച്ചായിട്ട് എല്ലാതും നിങ്ങളുടെ കുറ്റം തന്നെയാണ്. ചെക്കൗട്ടിൽ നിന്നുള്ളതാണ് ഞാൻ കണ്ടത്. അല്ല ആണ്. കാരണം ടീച്ചർ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സംഭവം ഞാനും മനാഫും കൂടെ രാത്രി 1 മണി വരെ ഇരുന്നിട്ട് ആ പഞ്ചിങ്ങിന്റെ ഇഷ്യൂ നമ്മൾ ശരിയാക്കിയതാണ്. അന്ന് ആരുടെ കേസ് എന്നറിയോ? സീനാന്റെ കേസ് ഉണ്ടായതിനു ശേഷം. ഓർമ്മ ഉണ്ടോ മനാഫിന്? അതിന്റെ ശേഷം ഇവിടെ കയറുന്ന പഞ്ചിങ് പക്ക കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും. ഇത് ചെയ്താ ടീച്ചർ അവിടെ എഴുതാൻ നോക്കണ്ടേ? ഞാൻ ഒരു ദിവസം ഫസ്റ്റ് പ്രയോറിറ്റി അവരൊരു വന്നിട്ട് വർക്കിന് കയറാനോ ഫസ്റ്റ് പ്രയോറിറ്റി ആര് വന്നില്ല എന്നുള്ളതല്ല, വന്നവരവിടെ നിൽക്കണം. കാരണം നമുക്ക് ശമ്പളം തരണമെന്നുണ്ടെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ എന്ത് വേണം? ഡീറ്റെയിൽസ് വേണം. ശരിയല്ലേ? അല്ലാതെ നിങ്ങൾ വെറുതെ വന്നിട്ട് എന്തെങ്കിലും കാണിക്കണോ എന്തെങ്കിലും ചെയ്യണോ നിങ്ങൾ അങ്ങനെ പോയിട്ട് എന്താ കാര്യം? ഇന്നലത്തെ ഒരു കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി 58 12. എത്ര വേണ്ടി നമ്മുടെ അത് ടീച്ചർ പൈസ തന്നു. എന്താ കാര്യമുള്ളത്? അയാൾ ഇതുവരെ പൈസ തന്നു. അയാള് ഈ ആഴ്ച തന്നെ വിളിച്ചില്ല. ശനിയാഴ്ച കോഴിക്ക് കൊമ്പ് മുളക്കും പോലെ പിന്നെ ഇട്ട് തരാട്ടോ ഇപ്പൊ ഇടില്ല. ഞാൻ ദിവസം നോക്കുന്നുണ്ട്. പിന്നെ അൺടാഗ് ചെയ്തിട്ട് വിളിക്കാൻ പാടില്ലേ? അയാള് ടെസ്റ്റ് എടുത്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോ RTO ഒക്കെ അവിടെ ചെക്ക് ചെയ്ത പേപ്പറിന് വാലിഡിറ്റി ഉണ്ടാവും. മനസ്സിലായില്ലേ? RTO ഓഫീസിൽ അവിടെ ചെക്ക് ചെയ്യുമ്പോ അയാൾക്ക് ആ പേപ്പറിന് വാലിഡിറ്റി ഉണ്ടാവും. ലൊക്കേഷനും കിട്ടുന്നുണ്ട്. ടെസ്റ്റ് എടുത്ത് കൂടെ ഇപ്പൊ നിലവില് ടീച്ചർക്ക് അറിയാം. ഞാൻ മോളിൽ ഉണ്ടാവാം. ഞാൻ അവിടെ ഓഫീസിൽ ടീച്ചർക്ക് ഇത്രയും കാലം ടീച്ചർക്ക് എല്ലാം അറിയും ചെയ്യും എല്ലാ കാര്യം. അപ്പൊ ഓൾ ഇവിടെ കൺട്രോൾ ചെയ്യേണ്ട ടീച്ചർ തന്നെയാണ്. അത് സംശയം. ഇവിടെ എന്താ ചെയ്യേണ്ടത്?
പിന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് പരിപാടി എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തി പോവാൻ പറഞ്ഞു. എനിക്കിതെല്ലാം കൂടി നടക്കില്ല. കാരണം ആദ്യം ഞാൻ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു നമ്പർ വെച്ച് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടുത്തെ ഓൾറെഡി പറഞ്ഞു എനിക്ക് എന്താ വെച്ചാൽ ഞാൻ പുറത്തുപോയി കാര്യം സീരിയസ് പുറത്തുവിട്ടു. എനിക്ക് താല്പര്യമില്ല. ഈ ആഴ്ച കൂടെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ ഞാൻ പുറത്തുപോയി, എനിക്ക് താല്പര്യമില്ല. ടീച്ചറെ തന്നെ ഇവിടെ പറ്റൂല. കാരണം നമ്മള് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാ അല്ല മോളത്തെ കാര്യങ്ങൾ ഇന്നോട് വെച്ചിട്ട് 25 പോയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ മോളുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്കറിയാൻ പാടില്ല. താഴത്തെ ഇപ്പൊ ടീച്ചർക്ക് അറിയാലോ ഞാനിപ്പോ എത്ര ദിവസമായിട്ട് മോൾക്ക് കയറാൻ എനിക്ക് അവസരമില്ല. എന്താ അല്ല സീരിയസ്ലി അല്ല ഞങ്ങള് നേരെ രീതി അല്ലാണ്ട് നമ്മള് കച്ചവടം പോകണമെന്ന് പരിപാടി എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ വർത്തമാനം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നന്നായിട്ട് പറയണുണ്ട്, അത് പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെങ്കിൽ പോലും മനാഫിന്റെ അടുത്ത് ഞാൻ നന്നായിട്ട് ടീച്ചറെ കേസ് മാത്രമല്ല അതല്ലാണ്ട് എനിക്ക് ടീച്ചറെ പറയാം. എനിക്ക് ഞാൻ എന്ത് കേസ് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് ഇത്രയും കാലം ടീച്ചർക്ക് അറിയാം. അപ്പൊ ടീച്ചർക്ക് ഇത് പോലെ ഓർമ്മശക്തിക്ക് കൂടുതലാണ്. ഓരോക്കെ ഇന്നലെ എന്റെ സാഗര കേസിന്റെ കേസ് വിളിച്ചു. ഞാൻ ടീച്ചർക്ക് ഒരുപാട് വിളിച്ചു. നല്ലൊരു 7-8 മണിക്ക് ആയി തോന്നുന്നു. ആ സമയത്ത് വിളിച്ചിട്ട് ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചർ എടുക്കണ്ട. ടീച്ചർ ചിലപ്പോ കുടിക്കുക സാനാവാസിന്റെ കേസ് വിളിച്ചു. എനിക്ക് എന്ത് സാനാവാസം അറിയണം? ഞാൻ ഇങ്ങനെ അറിയപ്പെടുന്ന വരുന്നു കാര്യങ്ങൾ എന്നോട് കുറെ ഷോക്ക് ചെയ്യും. എനിക്ക് അറിയില്ല അതല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു. അല്ല പിന്നെ എന്തിനാ മാനേജർ ആയിട്ടിരിക്കണേ? അല്ലേ പിന്നെ അവൻ മാനേജറാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇരിക്കണേ? എനിക്കറിയാം. എനിക്ക് ഈ സാനാവാസിന്റെ കേസ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ വെച്ച് പറഞ്ഞു മറ്റേ ടീച്ചർക്ക് അറിയിണ്ടാവും. ഞാൻ ടീച്ചർക്ക് വിളിച്ചു. ടീച്ചർ പിന്നെ എന്തിനാ റിൻഷാദ് ഇവിടെ ഇരിക്കണേ? ടീച്ചർക്ക് അറിയുന്ന പറയാൻ അങ്ങനെയാണ് റിൻഷാദിന്റെ ആവശ്യമല്ലേ? എല്ലാം അത് ഞാൻ അപ്പ ചോദിക്കല്ല ചെയ്ത്, ഞാൻ അതിന്റെ പേപ്പർ എടുത്ത് വെക്കാനാ പറഞ്ഞ. ആണോ ആണോ എന്താ ഞാൻ പറഞ്ഞത്? റിൻഷാദ് പറ ഉച്ചക്ക് ഞാൻ എന്താ പറഞ്ഞത്? എന്നിട്ട് പേപ്പർ തന്നോ? ഞാൻ എന്താ വെറുതെ എന്റെ വായത്തെ വെള്ളം മറ്റിച്ചിട്ട് ഇവിടെ വെറുതെ തൊള്ളട്ടടിക്ക്? അല്ല അതാണോ എന്റെ ജോലി? അതാണോ? തല്ലല്ലേ പഞ്ഞിക്ക് ഇടും. എന്റെ സ്വഭാവം മാറി, എന്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ മനാഫിന് അറിയാലോ എന്റെ അവസ്ഥ. അല്ല എനിക്ക് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളതിന്റെ ആവശ്യമില്ല. കാരണം എനിക്കത് എന്റെ മേഖലകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാത്ത കേസിൽ പക്ഷെ ടീച്ചർ ഇന്നലെ ചെയ്ത ഒരു കേസ് ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഇല്ലേ അത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരാൾ വേറൊരാടുത്ത് പോയി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കടയത്തെ സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ കടയത്തെ സ്റ്റാഫായിട്ട് പിന്നെ എന്താ കാര്യമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു അല്ലേ? ഞാൻ മിനിഞ്ഞാന്നും പറഞ്ഞു, മിനിഞ്ഞാന്നല്ല ഞാൻ 2 ദിവസം മുമ്പ് അടക്കം ആ മറ്റേ ഒരു കച്ചറുണ്ടാക്കിയെന്ന അട്ടപ്പാടിക്കാരുണ്ട്, ആളുടെ വണ്ടി അതർ ഡീലറുടെ കേസ്. അത് നമ്മളിവിടെ ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, വർക്ക് ഫ്രം ഹോം, വർക്ക് അറ്റ് ഹോമില് വീട്ടിലിരുന്ന് ചെയ്യണ ഒരു സ്റ്റാഫാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ അറിയോ? ഞാൻ ടാഗ് ചെയ്ത് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ആരായി? അതാണ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല, അവരതോടെ ഇരുന്ന് ഫോളോ ചെയ്തിട്ട് ടാഗ് ചെയ്ത് കണ്ടിട്ടാണ് നമ്മളെ വിളിക്കണേ അല്ലേ? മനസ്സിലാവണ്ട മനാഫിന്. ഇതിപ്പോ ഞാൻ ആരെടുത്താ പറയാ? മനാഫിന് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ ആരെടുത്താ പറയാ? മനാഫിന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ മനാഫിന്റെ അടുത്ത് പറയാം. ഈവൻ മട്ടപ്പാതിര വരെ നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. എന്താണ് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ പറയണേ? ലാഗടിച്ച് പണിയെടുത്തിട്ട് എന്തായാലും അല്ല അവൻ നിർത്തുകയാണെങ്കിൽ നിർത്തട്ടെ ടീച്ചറെ. എന്താ ഇപ്പൊ ഒരാളെ കണ്ടിട്ട് നമ്മൾ ആരും കടയിൽ തുടങ്ങി? അതാരാണെങ്കിലും ഇനിയിപ്പോ നിങ്ങളെല്ലാരും ഇട്ടിട്ട് പോയാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നടക്കും, അത് വേറെ കാര്യം. അതേ പറഞ്ഞത് എന്നെ കൊണ്ട് എത്താത്ത കേസിന് ഞാൻ വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഞാൻ എന്റെ കുടുംബത്തിനൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഹോൾഡാക്കിയിട്ട് വെറുതെ എന്തിനാ നമ്മളെ ഇതാക്കണം? അതാണ് നമ്മൾ ചിന്തിക്കുന്ന കേസ്. നമ്മളെ കൂടെ പറ്റുന്ന കേസാണെങ്കിലും ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം അതാണ് ടീച്ചറിനോട് വിളിച്ചത്. മേ ബി ഒരാഴ്ച അതിന്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നത് ഈ ആഴ്ച സ്റ്റോപ്പ് ചെയ്തു ഒരാഴ്ച ഒന്നും വേണ്ട. നിർത്താൻ ഉദ്ദേശിക്കുന്നവരെ പിന്നെ നമ്മൾ വലിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം പിന്നെ ഞാൻ ഫാമിലിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ വെറുതെ നാളെ ഒരു വിഷയമാക്കണ്ട വെച്ചിട്ട് അപ്പൊ ടീച്ചറും കൂടി ഉണ്ടാവും. ടീച്ചറും കൂടി പറഞ്ഞിട്ട് അതായത്
ഒരാഴ്ച ഈ പറഞ്ഞ പോലെ നമ്മള് പെട്ടെന്ന് നിർത്തിയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. പിന്നെ മനാഫ് പോണതിന്റെ മുമ്പ് ഈ ഏറ്റിട്ടുള്ള കുറെ കേസുകളുണ്ട്. അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും വാങ്ങി തന്നിട്ട് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. അല്ല അതത്രേ ഉള്ളൂ. അല്ല അതാണല്ലോ ഇല്ലേ, റിൻഷാദ് ഏറ്റിട്ടുള്ള കുറെ കേസുകൾ ഉണ്ടാവും. ആ കേസുകൾ റിൻഷാദ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് റിൻഷാദ് തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപനത്തിന് അത് വാങ്ങി തന്നിട്ട് വേണം പോകാൻ. ഇല്ലാതെ ആൾക്കാണ് വെറുതെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് കാര്യമല്ല, എന്റെ വീട്ടിൽ കൊണ്ടുപോകണോണ്ട് അതല്ല. ശമ്പളം നമ്മൾ ഇവിടെ എടുത്ത് തരണ്ടേ? ശമ്പളം ഞാൻ ഇവിടെ എടുത്ത് തരണല്ലോ. മൊത്തം പ്രോഫിറ്റിലല്ലേ അല്ലെ ശമ്പളം പറഞ്ഞിട്ട് ആൾക്കാരെ വെക്കണേ? അതിനല്ലേ ശമ്പളം പറഞ്ഞിട്ട് ആളെ വെക്കണേ? അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മള് മൊത്തത്തിൽ നമ്മൾ റിസ്ക് എടുക്കാതെ നിങ്ങളെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ എന്റെ അടുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങൾ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചില്ലേ നോക്കാൻ വേണ്ടി? ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചു. അത് എന്നെ കൊണ്ട് പറ്റാണ്ടായപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ജോലി. അപ്പൊ അത് ബാക്കിയുള്ളവരടുത്ത് പറയണം. എനിക്ക് അവിടെ എത്തുന്ന ആ കാര്യങ്ങളും കൂടെ സാറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ പറയാത്ത? ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ആരെടുത്ത്? എന്ത്? ഞാൻ അവനെ ഏൽപ്പിക്കുന്ന കാര്യം നിങ്ങളടുത്ത് പറയാനാ ഞാൻ പറഞ്ഞു, അല്ലാതെ അവൻ ഞാൻ എന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളല്ല. അല്ല അതല്ല നമ്മൾ അങ്ങനത്തെ ചോദിക്കാം, അതല്ലല്ലോ എന്റെ ഉത്തരവാദിത്തം. ശരിയാണ്. കാരണം ആസ് എ മാനേജർ നിങ്ങളൊക്കെ കളിയാക്കുന്നുള്ളൂ. സത്യസന്ധമാണ്. എല്ലാവരും കളിയാക്കാണെങ്കിൽ കൂടി സംഭവം ഞാൻ അങ്ങനെ മാനേജർ പോസ്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റാത്ത കേസ് മാത്രമാണ് മൂപ്പരെ കൊണ്ട് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാം പൂർണ്ണ ഉത്തരവാദിത്തം. എനിക്കത് ഒക്കെ അവൻ ചെയ്യണില്ല എന്നല്ല, പകുതി ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ അടുത്ത് ചോദിക്കാൻ പറയേണ്ട കാര്യം അവൻ്റെ അടുത്ത് പറയില്ല. എന്നിട്ട് അവനെ ഞാൻ പിന്നെ അവന്റെ അടുത്ത് അല്ലാതെ ഞാൻ അടുത്ത് ചീത്ത പറയാ. പക്ഷെ എനിക്ക് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ സിറ്റുവേഷനിൽ എനിക്കൊന്നും അറിയുന്നില്ല അവിടുത്തെ കേസ് എന്താണെന്ന്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാ. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് നടക്കൂല. അല്ല സീരിയസ്ലി അല്ലല്ല സീരിയസ്ലി അത് ഞാൻ അതാണ് എനിക്ക് ഒന്നാമത് ബാക്കിലേക്ക് നിന്ന് ഞാൻ അതാണ് ഒന്നാമത് ഈ റൂമിന്റെ ടീച്ചറിന്റെ പറഞ്ഞത് അവളെന്റെ കൂടെ ഉണ്ട്. നമ്മൾ വന്ന് പെട്ടിട്ട് കാര്യം നമ്മൾക്കിത് മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ അതെങ്ങനെ 200 ഞാൻ തരാ? നടക്കണ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നടക്കാത്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവറ അല്ല ഈ പറ അല്ല അതന്നെ ഞാനും പറഞ്ഞത്. മാത്രമേ ഉള്ളൂ. കൊണ്ടുപെടുക തോന്നി കഴിഞ്ഞാൽ അപ്പൊ സ്റ്റോപ്പ്. കൊണ്ടുപെടുക മീൻസ് ഞാൻ ഇന്ന സമയത്തോളം എനിക്കത് വിഷയമുള്ള കേസൊന്നല്ല. എനിക്കത് വേറെ എൻ്റെ പണികൾ എനിക്ക് പണികളൊക്കെ വേറെ അറിയാം. ഞാൻ അടുത്ത പരിപാടിക്കാണ്. പക്ഷെ അല്ല ടീച്ചർ എങ്ങനെ പോണ്? ആ ടീച്ചറെ പഞ്ച് ചെയ്യാത്ത കേസ് ടീച്ചറെ നടക്കണ കാര്യമല്ല കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞത് എല്ലാവരുടെ അടുത്തും കൂടെ പറയണം. നിങ്ങൾ തോന്നിയ പോലെ ചെയ്തിട്ട് ഓരോ കാര്യമില്ല. എന്താണിത്? ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ തോന്നിയ പോലെ ചെയ്യാനാണോ? അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാ. നിങ്ങൾക്ക് അത് കിട്ടണില്ല അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി പറഞ്ഞാൽ നമ്മളുള്ളത് എല്ലാവരും വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ കേസ് അങ്ങനെയാണ്. ഞാൻ എന്തായാലും ഈ ഒരാഴ്ചയോടുകൂടി ചൊല്ലിടുകയാണ്. അപ്പോൾ വേറെ ഒരാളെന്തോ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത് എൻ്റെ ഇതാണ്. അതിനെ നിൽക്കും. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും മുന്നിൽ അല്ലാണ്ട് ഞാൻ അപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ നിർത്തി കേട്ടോ അങ്ങനത്തെ പരിപാടിക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് വിത്ത് ബോസ് എന്നെ കൊണ്ട് എത്തില്ല. അത് മൂപ്പര് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് ആവില്ല. എനിക്കെല്ലാം ഒന്നും അറിയാം. ഒന്നാമത് ഞാൻ കമ്പ്യൂട്ടറൊന്നുമല്ലല്ലോ, എല്ലാം മനസ്സിലാക്കാനാണ്. അല്ല ഉണ്ടാവും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ കൊണ്ട് എത്തില്ല. ഇഷ്ടം പോലെ ഉണ്ടാവും. അതാണ് നമ്മളെ എന്നെ കൊണ്ട് എത്തില്ല. അങ്ങനത്തെ ആൾക്കാരില്ല എന്നാണ് വിചാരിച്ചത്. അല്ല ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് എത്തില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് മനാ. ഈ ഞാൻ പൊന്നാരം തീരെ പറ്റില്ല എന്റെ സംസാരം. അല്ല എനിക്ക് എന്റെ സംസാരം തീരെ പറ്റില്ല. ഞങ്ങളുടെ കാര്യം ഇന്നിപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോ മനാഫെ. ഈ ഇപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോ. ഈ പൊക്കോ. ആ 2 വണ്ടിയുടെ കേസല്ലുള്ളത് ഞാൻ ചെയ്തോളാം.
മനാഫ് എന്താ നിർത്തിക്കോട്ടെ പരിപാടി. സാർ എന്തെങ്കിലും മനാഫിന്റെ ബാലൻസ് ശമ്പളം എത്രയാണെന്ന് കണക്കൂട്ടി. മിണ്ടാതിരിക്കും. മനാഫിന്റെ ശമ്പളം നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത് എടാ അജീഷിനെ വിളിക്കുക, ശമ്പളം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയരുത്, വേണ്ട അവന്റെ ശമ്പളം കൊടുക്കും. ആമക്കോട്ടെ എന്താണ് ഇപ്പൊ ക്യാമറ ഇത് ക്യാമറ അല്ല, മൈക്കാണ്. വീഡിയോ കളിക്കും.